പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ സംഘർഷം കനത്തതോടെ ഗൾഫ് നാടുകളിലെ കയറ്റുമതി ഇറക്കുമതി മേഖലയും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. വ്യോമഗതാഗതം നിശ്ചലമായതോടെ കേരളത്തിൽ നിന്നുള്ള പഴം പച്ചക്കറി കയറ്റുമതിയും പ്രതിസന്ധിയിലായി. നോമ്പ് കാലമായതിനാൽ കേരളത്തിൽ നിന്നുള്ള പഴങ്ങൾക്കും പച്ചക്കറികൾക്കും വലിയ ഡിമാൻഡായിരുന്നു ഗൾഫ് രാജ്യങ്ങളിലുണ്ടായിരുന്നത്. എന്നാൽ കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ നിന്ന് പഴം, പച്ചക്കറി, മത്സ്യ വിഭവങ്ങളുടെ കയറ്റുമതി ഏതാണ്ട് പൂർണ്ണമായും നിലച്ച സാഹചര്യമാണ് നിലവിലുള്ളത്. കോടികളുടെ രൂപയുടെ നഷ്ടമാണ് ഇതോടെ കയറ്റുമതി മേഖലയ്ക്ക് വന്നിരിക്കുന്നത്. വിമാന സർവീസുകൾ മുടങ്ങിയതോടെ വ്യോമമാർഗമുള്ള കയറ്റുമതിയും ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടെ കപ്പൽ വഴിയുള്ള ചരക്ക് നീക്കവും മുടങ്ങിയത് പ്രതിസന്ധിയുടെ ആഘാതം കൂട്ടി. റംസാൻ കാലത്ത് GCC രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി താളം തെറ്റിയതോടെ വലിയ സാമ്പത്തിക നഷ്ടത്തിലാണ് ഈ മേഖല. 150 ടൺ പഴം, പച്ചക്കറി വിഭവങ്ങളാണ് പ്രതിദിനം കേരളത്തിലെ വിമാനത്താവളങ്ങൾ വഴി കയറ്റുമതി ചെയ്യുന്നത്. ഇതിൻ്റെ 1/3% തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം വഴിയാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഗൾഫ് മേഖലയിലെ പ്രതിസന്ധി രൂക്ഷമായി. വിമാന സർവീസുകൾ റദ്ദാക്കിയതോടെ 1 ടൺ പോലും കയറ്റുമതി കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായില്ല. കേരളത്തിൽ നിന്ന് ഗൾഫ് മേഖലയിലേക്കാണ് പ്രധാനമായും പഴം, പച്ചക്കറി വിഭവങ്ങൾ കയറ്റുമതി ചെയ്തിരുന്നത്. പഴം, പച്ചക്കറി കയറ്റുമതി മുടങ്ങിയത് വലിയ നഷ്ടമാണെന്ന് കയറ്റുമതിക്കാർ പറയുന്നു. നിലവിൽ ഒമാനിലേക്ക് മാത്രമാണ് വിമാന സർവീസുകൾ നടക്കുന്നത്. അതിൽ തന്നെ വിമാന കമ്പനികൾ സാധാരണ കാർഗോ നിരക്കിൻ്റെ 3 ഇരട്ടി കയറ്റുമതിക്കാരിൽ നിന്ന് ഈടാക്കുന്നു. പശ്ചിമേഷ്യൻ പ്രതിസന്ധി നീണ്ടുനിന്നാൽ കേരളത്തിലെ പഴം, പച്ചക്കറി കർഷകർക്കും കയറ്റുമതിക്കാർക്കും ഇനിയും വലിയ നഷ്ടം നേരിടേണ്ടി വരും. മത്സ്യക്കയറ്റുമതിയും സമാന ഭീഷണിയിലാണ്. UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വ്യോമഗതാഗതം ഇതുവരെ സാധാരണ നിലയിലായിട്ടില്ല. ഇറാനുമായി ഇസ്രയേലും US-ഉം ഏറ്റുമുട്ടൽ തുടരുന്നതിനാൽ പശ്ചിമേഷ്യൻ പ്രതിസന്ധി ഇനിയും ദിവസങ്ങളോളം തുടരാൻ സാധ്യതയുണ്ട് എന്നാണ് സൂചന. ഇസ്രയേൽ US ആക്രമണത്തിനുള്ള മറുപടിയായി ഗൾഫ് രാജ്യങ്ങളിലുള്ള US സൈനിക ക്യാമ്പുകളിലേക്ക് ഇറാൻ മിസൈലുകളും ഡ്രോണുകളും അയച്ചു തുടങ്ങിയതോടെയാണ് ഈ മേഖലയിലേക്കുള്ള വ്യോമഗതാഗതം പ്രതിസന്ധിയിലായത്. ഹോർമൂസ് കടലിടുക്ക് അടച്ചത് മേഖലയിലെ പ്രതിസന്ധി ഗുരുതരമാക്കി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്ക്സും ഇന്റീരിയർ വർക്ക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ നിന്ന് എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയിലാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്ക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.